ഹായ് എവ്രി വൺ. നമ്മൾ കുറച്ചു ദിവസങ്ങളായിട്ട് ഒരാളോട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ള കോൺവെർസേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ഒരു ഷോപ്പിൽ ചെന്നാൽ എങ്ങനെ സംസാരിക്കാം, അതേപോലെ തന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, പിന്നെന്താണ്, പിന്നെ നിങ്ങൾ പറയൂ. ഷോപ്പിൽ ചെന്നാൽ പറയുന്നത്, റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ പറയുന്നത്, വീട്ടിൽ എങ്ങനെ പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ട്. ഇതിങ്ങനെ കുറേ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ 30 ഡേയ്സ് ചലഞ്ചിൽ കുറേ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്തും ബസ് സ്റ്റോപ്പ്, പിന്നെ ഹോസ്പിറ്റല്, അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ നമ്മൾ നിത്യം കണ്ടുമുട്ടുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഞാൻ പറയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പുറകോട്ടൊന്ന് മറിച്ച് നോക്കിയിട്ട് മതി. പുറകോട്ടൊന്ന് മറിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് ഒരു പാറ്റേൺ നിങ്ങൾക്ക് തരും. ആ പാറ്റേൺ അനുസരിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് നമ്മളിവിടെ കൂടുതലൊന്നും പഠിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു ഡോക്ടറോട് എനിക്ക് അങ്ങനെ അസുഖമുണ്ട്, ഇതുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയണം എന്നാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ആ പാറ്റേൺ മാത്രമാണ് നോക്കുന്നത്. പക്ഷേ എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ തപ്പി നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ ആ ലിങ്ക് ഇവിടെ കൊടുക്കുക. കൃത്യമായിട്ടും എങ്ങനെ സംസാരിക്കണം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എന്നുള്ളത് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും ഒന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ കാണണം കേട്ടോ. ഞാൻ കിട്ടിയാൽ ഇവിടെ ചെയ്യാം. അപ്പൊ നോക്കൂ, നമുക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ട്, എന്തെങ്കിലും ഒരു രോഗമായിട്ടാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. രോഗമുണ്ടെന്ന് നമുക്ക് പറയണമെങ്കിൽ അതിൻ്റെ ഒരു ഫോമാറ്റ് ഇങ്ങനെയാണ്: I have plus illness. I have എന്ന് പറയുക, പിന്നെ എന്താണ് ആ രോഗം അത് പറയാം. അതിനി എത്ര വലിയ രോഗമായിക്കോട്ടെ ഇങ്ങനെയാണ് പറയേണ്ടത്. I have എന്ന് പറയുക, പിന്നെ എന്താണ് ആ ഇൽനെസ് അത് പറയുക. I have a fever. എനിക്ക് ഫീവർ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഫീവർ ആണ്. ഇനി ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐ ആം എ ഫീവർ. അങ്ങനെ പറഞ്ഞാൽ തെറ്റിപ്പോയി എന്നുള്ളത് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐ ഹാവ് എ ഫീവർ. ഈ എ വന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ വേണം പറയാൻ: ഐ ഹാവ് എ ഫീവർ. എനിക്ക് ഫീവർ ആണ്. ഐ ഹാവ് എ സോർ ത്രോട്ട്. സോർ ത്രോട്ട് എന്താണ്? നമ്മൾ പറയും ത്രോട്ട് പെയിൻ എന്ന് പറയുന്ന സാധനമില്ലേ, അതായത് തൊണ്ടയ്ക്ക് വേദനയാണെന്ന് നമ്മൾ പറയുന്ന സാധനമാണ്. ഇനി നിങ്ങൾ ഒരിക്കലും എന്താണ് ത്രോട്ട് പെയിൻ എന്ന് പറയില്ല. എന്തെന്ന് പറയണം? സോർ ത്രോട്ട്. തൊണ്ടവേദനയ്ക്ക് നമ്മൾ പറയുന്നതാണ് സോർ ത്രോട്ട്. ഐ ഹാവ് എ സോർ ത്രോട്ട്. ഐ ഹാവ് എ ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ ഉണ്ട്. ഐ ഹാവ് എ ടൂത്ത് ഏക്ക്. എല്ലാ ഏക്കും വേദനകൾക്ക് ഏക്ക് എന്ന് പറയും. ഐ ഹാവ് എ ടൂത്ത് ഏക്ക്. എനിക്ക് പല്ലുവേദനയാണ്. ഐ ഹാവ് എ റണ്ണി നോസ്. മൂക്കൊലിപ്പാണ്. എല്ലാം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ഐ ഹാവ് +2 പ്ലസ് നമ്മുടെ രോഗം എന്താണോ അത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് ഒരു സുഖമില്ലായ്മ, ഒരു ക്ഷീണമില്ലായ്മ, അങ്ങനെ നമുക്ക് തോന്നുകയാണ്. അപ്പൊ നമ്മൾ ഐ ഫീൽ ടയേർഡ്, മടുപ്പ് തോന്നുന്നു. ഐ ഫീൽ വീക്ക്, ഒരു ക്ഷീണം തോന്നുന്നു. ആ തോന്നുന്നതിന് നമ്മൾ ഐ ഹാവ് അല്ല ഉപയോഗിക്കേണ്ടത്, ഐ ഫീൽ ഉപയോഗിക്കുന്നു. എന്നിട്ട് എന്ത് നമുക്ക് തോന്നുന്നു അത് നമ്മൾ പറയണത് ഐ ഫീൽ ടയേർഡ്, ഐ ഫീൽ വീക്ക്, ഒരു ക്ഷീണം തോന്നുകയാണ്, അങ്ങനെ നമ്മൾ പറയും. ഇനി എനിക്ക് സുഖം തോന്നുന്നില്ല, ഐ ഡോണ്ട് ഫീൽ വെൽ. അപ്പോ നമുക്കൊരു ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് എന്താണ് അസുഖം എന്ന് പറയേണ്ട പാറ്റേൺ എങ്ങനെയാണ്? ഐ ഹാവ് പ്ലസ് ഇൽനെസ്. ഐ ഹാവ് എന്ന് പറയുക, ഇൽനെസ് ഓർക്കാം. ഇനി അങ്ങനെയൊക്കെ തോന്നുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ ഫീൽ എന്ന് പറയുക. എന്നിട്ട് എന്താണോ തോന്നുന്നത് അത് പറയുക. ക്ലിയർ? നമ്മൾ ഇത്രയല്ലേ ഒരു ഡോക്ടറിനോട് പറയുന്നുള്ളൂ. ഡോക്ടറിനോടല്ലാണ്ട് നമ്മൾ വീട്ടിൽ ചോറ് വെച്ച കഥയും, ചോറിനുണ്ടായിരുന്നു കറി എന്ന കഥയും, ഞാൻ ഇവിടെ പോയ കഥയും എന്തെങ്കിലും നമ്മൾ ഡോക്ടറോട് പറയുമോ? ഒന്നും പറയില്ല. നമ്മൾ ഡോക്ടറോട് പറയരുത് എനിക്ക് ഇന്ന രോഗങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പേടി പോയോ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ? ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് രോഗങ്ങൾ പറയാൻ പഠിച്ചു. ഇനി നോക്കൂ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊരു ഡോക്ടറിന്റെ കൺസൾട്ടിങ് റൂമിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ടെൻഷൻ ഒന്നും ആവണ്ടേ. ഡു യു ഹാവ് എ ഫീവർ? അപ്പൊ നമുക്ക് എന്ത് അസുഖമാണെങ്കിലും ഡോക്ടർ ഇങ്ങനെ ചോദിക്കുള്ളൂ, ഡു യു ഹാവ് എ ഫീവർ? ഫീവർ ഉണ്ടോ? ഡു യു ഹാവ് എ ഹെഡേക്ക്? ഹെഡേക്ക് ഉണ്ടോ? ഡു യു ഹാവ് എ സോർ ത്രോട്ട്? സോർ ത്രോട്ട് ഉണ്ടോ? ഡു യു ഹാവ് എ ബാക്ക് പെയിൻ? ബാക്ക് പെയിൻ ഉണ്ടോ? അപ്പൊ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയണം?
യെസ് ഐ ഹാവ് എ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറയുന്നില്ല എങ്കിൽ, ആ ഒരു യെസ് ഐ ഹാവ് ആ പാറ്റേൺ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ യെസ് ഐ ഡു ഉണ്ട്, നോ ഐ ഡോണ്ട് അങ്ങനെ പറയണം. ഡു യു ഹാവ് എ ഫീവർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഫീവർ ഇല്ല എങ്കിൽ നോ ഐ ഡോണ്ട് എന്ന് പറയുക. ഇനി ഫീവർ ഉണ്ട് എങ്കിൽ യെസ് ഐ ഡു എന്ന് പറയാം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഡു യു ഹാവ് എ ഹെഡ് ഏക്ക്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഡു യു ഹാവ് എ ഹെഡ് ഏക്ക്? കമന്റ് ചെയ്തോ? ഉള്ളവര് ഐ ഡു എന്നും ഇല്ലാത്തവര് ഡോണ്ട് എന്ന് ചെയ്യുക. ഇനി അല്ല എങ്കിൽ ഇങ്ങനെ ചെയ്യുക, നോ ഐ ഡോണ്ട് എന്ന് ചെയ്യുക, യെസ് ഐ ഡു. പിന്നെ ഐ ഹാവ് എന്ന് പറയേണ്ട കാര്യമില്ല, നമ്മൾ എപ്പോഴും ചെറുതായി സംസാരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോ നമുക്ക് പനി ഉണ്ട് എന്നാണ് പറഞ്ഞതെങ്കിൽ അടുത്ത ചോദ്യം ഡോക്ടർ ഇങ്ങനെയാണ്, സിൻസ് വെൻ? എപ്പോൾ മുതൽ? സിൻസ് മുതൽ, വെൻ എപ്പോൾ. സിൻസ് വെൻ എപ്പോൾ മുതൽ. അപ്പൊ നമ്മുടെ ഉത്തരം സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ. അല്ലെങ്കിൽ ഡോക്ടർ ചോദിക്കും, ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് പ്രോബ്ലം? നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് പ്രോബ്ലം? എന്നു മുതലാണ്, എപ്പോ മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്? ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് പ്രോബ്ലം? ഒന്ന് പറയൂ, ദിസ് പ്രോബ്ലം. അപ്പൊ നമ്മൾ പറയാണ് ഫോർ 2 days, ഫോർ 1 week, ഫോർ 3 days. എത്ര ദിവസമായി ഈ പ്രശ്നങ്ങൾ പനിയൊക്കെ തുടങ്ങിയിട്ട്? അപ്പൊ നമ്മൾ പറയണം ഫോർ 2 days. വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, സിൻസ് വെൻ, എപ്പോൾ മുതൽ എന്ന് ചോദിക്കും. ഇനി നമ്മൾ അതൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് എന്താണ്? ആർ യു അലർജിക് ടു എനി മെഡിസിൻ? എന്തെങ്കിലും മെഡിസിനോട് അലർജി ആണോ? ഈ ക്വസ്റ്റ്യൻ പാർട്ട് ഡോക്ടേഴ്സ് അല്ലാത്തവരൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ആർ യു അലർജിക് ടു എനി മെഡിസിൻ? എന്തെങ്കിലും മെഡിസിനോട് അലർജി ആണോ? ഒന്നെങ്കിൽ നമുക്ക് അലർജി ആണെങ്കിൽ യെസ് ഐ ആം എന്നും, അല്ലെങ്കിൽ ആം നോട്ട് എന്ന് പറയാം. അലർജി ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, യെസ് ആം എന്നും, അല്ലെങ്കിൽ ആം നോട്ട് എന്നും പറയാം. ഇനി അതല്ല, യെസ് ഐ ആം അലർജിക് ടു പെൻസിൽ. ചിലവർക്ക് ഇങ്ങനത്തെ ഈ പെൻസിലിനോട് കുറെ പേർക്ക് അലർജി ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ ഐ ആം അലർജിക് ടു സം മെഡിസിൻസ്. ചില ഏതൊക്കെയോ മെഡിസിനോട് എനിക്ക് അലർജി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾ നോക്കൂ, ഡു യു ഹാവ് എ ഫീവർ എന്ന് ചോദിച്ചാൽ യെസ് ഐ ഡു, നോ ഐ ഡോണ്ട്. നെക്സ്റ്റ്, സിൻസ് വെൻ? സിൻസ് യെസ്റ്റർഡേ. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് പ്രോബ്ലം? ഫോർ 3 weeks. അത്ര നാൾ മരുന്ന് ഡോക്ടറെ കാണാതിരിക്കല്ലോ കേട്ടോ. ആർ യു അലർജിക് ടു എനി മെഡിസിൻ? നോ ആം നോട്ട്, യെസ് ആം. ക്ലിയർ ആയോ? നമുക്കിനി ഫാർമസി പോകണം. ഫാർമസി പോകുന്നത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ തന്ന ലിങ്കും നിങ്ങൾ പഠിച്ചല്ലോ. ബോർഡ് ഉപയോഗിക്കാതെ കുറേ ആയി, അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് ബോർഡ് അങ്ങ് ഉപയോഗിച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടിയല്ലോ. എന്തെങ്കിലും ഒരു രോഗം നമുക്ക് പറയണമെങ്കിൽ ഐ ഹാവ് ആ രോഗത്തിന്റെ പേര് പറയുക. ഇപ്പൊ ഡോക്ടർ ഫീവർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യെസ് ഐ ഡു, ഐ ഡോണ്ട് എന്ന് പറയുക. മെഡിസിനോടൊക്കെ എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് ആം, അല്ലെങ്കിൽ ആം നോട്ട് എന്നൊക്കെ പറയുക. പിന്നെ എന്ന് മുതലാ തുടങ്ങിയത് വെച്ചാൽ മുതൽ എന്ന് പറയണമെങ്കിൽ സിൻസ്, ഫോർ എന്ന് പറയണമെങ്കിൽ ആയിട്ട്, അതായത് സിൻസ് യെസ്റ്റർഡേ ഇന്നലെ മുതൽ, ഫോർ 2 days 2 ദിവസം ആയിട്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ, ഫോർ എന്ന് പറഞ്ഞാൽ ആയിട്ട്. ക്ലിയർ ആയോ? ഇനി ആശുപത്രിയിൽ പോകാൻ, ഹോസ്പിറ്റലിൽ പോകാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ട് എങ്കിൽ ഇതൊന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് പോകും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പുറകോട്ടൊന്ന് മറച്ചു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ. അതുപോലെ തന്നെ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നല്ലതാണെന്നോ പ്രയോജനപ്പെടുന്നെന്നോ ഒക്കെ തോന്നുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുകയും കൂടി ചെയ്യണം. കാരണം നിങ്ങൾക്ക് തരുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുമ്പോഴും അതുപോലെ തന്നെ ഒരു കമന്റ് ഒക്കെ തരുമ്പോഴാണ് എനിക്ക് വലിയ മനസ്സിനൊരു സന്തോഷമാണ്. കാരണം നിങ്ങൾ എന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ നേരിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ ഇന്നലെ ഒരു ലൈവ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ പേര് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു, കുറെ പേര് അതിന് ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാൻ പറ്റാതെ ഇരുന്നവര് നമ്മുടെ ചാനലിന്റെ ലൈവ് സെക്ഷനിൽ പോയാൽ ഇന്നലത്തെ ലൈവ് നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ആ ലൈവ് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ലൈവിലൊന്ന് പോയി കേൾക്കണം. പൊക്കോ. അപ്പൊ നമുക്കിനി
അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം നമുക്ക് ഫാർമസി ആയിക്കോട്ടെ, ഫാർമസിയിലോ എവിടെയെങ്കിലും നമുക്ക് പോകാം. അപ്പോൾ ബൈ ബൈ.